ആ ഹലോ, ഹായ്. ഗുഡ് മോർണിംഗ്. ആ. എന്തായി തമിഴ് പടത്തിന്റെ ഷൂട്ടൊക്കെ? അത് പാക്കപ്പായി. ഇനി അത് ജൂണിന് ശേഷം ഉണ്ടാവും. നമ്മുടെ ഡേറ്റിന് പ്രശ്നമാകുമോ? ഏയ്, ഇത് നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് തീർക്കുമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. വിശാൽ, ഇത് വരുൺ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഹലോ. ഹായ്. രാധിക, വരൂ. ഇത് രാധിക, നമ്മുടെ പുതിയ ഹീറോയിനാ. വൗ, നൈസ്. സർ, എനിക്ക് ചില ഡയറക്ടേഴ്സിനോട് അസൂയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളെങ്ങനെ കണ്ണിൽ ക്യാമറ ഫിറ്റ് ചെയ്ത് നടക്കുന്നത്? സ്ക്രിപ്റ്റ് ഞാൻ മുഴുവനായിട്ട് വായിച്ചാട്ടോ. ആ ക്യാരക്ടറിന് ഇതിനേക്കാൾ നല്ലൊരു സെലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താ പറയാ, ഈ ഗ്രാമത്തിന്റെ പച്ചപ്പ് നേരിട്ട് കണ്ടുപിടിക്കാന്നൊക്കെ പറയില്ലേ? രാധികേ, ഹീറോയുടെ കോംപ്ലിമെന്റ് കേട്ടില്ലേ നീ? പൂജയ്ക്ക് ഇനി സമയമുണ്ടല്ലോ സാർ. ഏയ്, നമ്മുടെ പ്രൊഡ്യൂസർ 5 മിനിറ്റ്സിനുള്ളിൽ എത്തും. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പൂജയിലേക്ക് കിടക്കാം. ഓക്കെ, ദെൻ യാത്രയുടെ നല്ല ക്ഷീണമുണ്ട്. എനിക്കൊന്ന് ഇരിക്കാലോ? ഷുവർ. രാധിക, പ്ലീസ് കം. വരുൺ, നീ ഇരിക്ക, ഞാനിപ്പോ വരാം. ചെറിയൊരു മീറ്റിംഗ്. അതി, 2 ചെയർ. ഇരിക്കേ. ഇരിക്കടോ. ഇരിക്കേ. ആക്ച്വലി രാധിക എങ്ങനെ ഈ ഫീൽഡിലേക്ക്? ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ടാവുമല്ലോ, അതാ ഞാൻ ചോദിച്ചത്. അത് ഇന്ദ്രജിത് സാറിന്റെ ഡാൻസ് പ്രോഗ്രാം കണ്ടു, അങ്ങനെ സെലക്ട് ചെയ്തത്. ഓ, യു ആർ എ ഡാൻസർ. അതായിരിക്കും ഇത്ര ഷേപ്പായിരിക്കുന്നത്. എൻ്റെ അമ്മ തൃപ്പൂണിത്തറ RLVയിൽ ഭരതനാട്യം പഠിച്ചതാ. ഇപ്പൊ ചെയ്യുന്നില്ല കേട്ടോ, പക്ഷെ എവിടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടെങ്കിലും അമ്മ അവിടെ ഉണ്ടാവും. ഒരാളെ മനസ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം സംസാരിക്കുകയും ചെയ്യും. ഷൂട്ടിങ്ങിനിടെ ഒരു ദിവസം ഞാൻ അമ്മയെ വിളിക്കാം, രാധികയെ പരിചയപ്പെടുത്തി തരാം. രാധിക എൻ്റെ പടങ്ങളൊക്കെ കാണാറുണ്ടോ? അതോ? ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ശീലമില്ല. TV-യിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പൊതുവെ എല്ലാരെയും പോലെ സാറിന് ഞങ്ങൾക്കും ഇഷ്ടം. അടുത്ത ദിവസം മുതൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കാൻ പോവാം. അതും ഹീറോ ഹീറോയിൻ. പറ്റുമെങ്കിൽ ഈ സാറുവിളി നമുക്ക് ഒഴിവാക്കാം. കോൾമി വിശാൽ. അതെങ്ങനെയാ സാർ? അതാണ് എനിക്ക് കംഫർട്ട്. മറ്റുള്ളവരെന്നെ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. വെറുപ്പായിരിക്കും എന്നോട്. വെറുക്കട്ടെ, അങ്ങനെയെങ്കിലും വരുണിന്റെ തീരുമാനത്തിൽ നിന്ന് മാറട്ടെ. അതെ, കൺമുന്നിൽ ഒരാളിരുന്നിട്ട് താനെങ്ങോട്ട് പെട്ടെന്ന് പോയേ? അത് ഒന്നുമില്ല സർ, ഈ അന്തരീക്ഷമൊന്നും അങ്ങനെ പരിചയമില്ലാത്തോണ്ടാ. അതൊന്നും കുഴപ്പമില്ലടോ. ഷൂട്ടിംഗ് തുടങ്ങി 1-2 ദിവസത്തിനുള്ളിൽ നമ്മളൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇവിടെ സൃഷ്ടിക്കൂലേ? ഓക്കെ. ഓ, ഒരു മിനിറ്റ്. ആ, ഹലോ സാർ. കൃഷ്ണ, ഒരാൾക്ക് വേണ്ടി മറ്റൊരാളോട് അനീതി കാണിക്കുന്നത് ശരിയാണോ? കുഞ്ഞുനാൾ മുതൽ ഞാനും ഭഗവാനെ പൂജിക്കുന്നല്ലേ.
എന്നിട്ട് എന്റെ നേട്ടങ്ങളെ തട്ടിയെടുക്കാൻ ചേച്ചി അനുവദിക്കുന്നത് എങ്ങനെയാ? എനിക്ക് ഭഗവാന്റെ മുന്നിൽ മാത്രമേ സങ്കടം പറയാനുള്ളൂ. ഞാൻ ആഗ്രഹിച്ച സിനിമയുടെ ഷൂട്ടിംഗ് മറ്റൊരാളെ വെച്ച് നടക്കരുത്. ആ സിനിമ മുടങ്ങണം. ചെയ്ത തെറ്റിന്റെ കാഠിന്യം ചേച്ചിക്ക് മനസ്സിലാവണം. ഞാനും ഭഗവാന്റെ മുന്നിൽ വ്രതം ഇരിക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സിനിമ മുടങ്ങണം ഭഗവാനെ. ഇന്നത്തെ പൂജയിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കണം. അയ്യോ അമ്മേ, അമ്മേ, അയ്യോ അയ്യോ മോളെ, അയ്യോ മോളെ 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 പ്രിയങ്ക, അയ്യോ പ്രിയങ്ക, ആ ഷോള ദൂരെ പെട്ടെന്ന് ടീഷർട്ട് അഴിച്ച് വേഗം. എന്തായാലും പറ്റുമോ മോളെ? കാല് ചെറുതായിട്ടൊന്ന് പൊള്ളി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോ വിളക്കിന്ന് തീ പിടിക്കുകയായിരുന്നു. കണ്ടോ അമ്മേ, അപശകനം കണ്ടോ? ഭഗവാൻ പോലും പൊറുക്കില്ലെന്നാ ഇതിന്റെയൊക്കെ അർത്ഥം. അതിന്റെ അർത്ഥം അങ്ങനെയല്ലല്ലോ കൽപ്പനെ. ഭഗവാന് പോലും നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങള് പ്രിയങ്ക പറഞ്ഞു കാണും. അതിനുള്ള ശിക്ഷ തത്സമയം കൊടുത്തും കാണും. അത്രേ ഉള്ളൂ. കേട്ടോ അമ്മ, ഈ സമയത്ത് പോലും മുത്തശ്ശി എന്നെ കുറ്റപ്പെടുത്തുക. ഇതാ ഞാൻ പറഞ്ഞത്, പൊള്ളലേൽക്കല്ല. ഞാൻ ഇവിടെ കിടന്ന് കത്തി തീർന്ന പോലും എന്നെ കുറിച്ച് ഇവിടെ ആരും ചോദിക്കുക പോലും ഇല്ല. ആദ്യം നല്ല മനസ്സ് വേണം. നമ്മൾ നന്നാവാൻ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മറ്റുള്ളവരെ നശിക്കാൻ പ്രാർത്ഥിക്കുമ്പോഴാ നമ്മളും ചീത്തയാവുന്നത്. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തിനാ ഈ കുട്ടി ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഇവളാ കണിമംഗലത്തെ മരുമകൾ. ഇവൾക്ക് വേണ്ടിയാ നമ്മൾ സംസാരിക്കേണ്ടത്. മോള് വാ, അമ്മ മരുന്ന് വെച്ചുതരാം. വേണ്ടമ്മ, അതങ്ങനെ കിടന്നോട്ടെ. പഴുക്കാണെങ്കിൽ പഴുത്തോട്ടെ. ദേ, മോളോട് വരാനാ പറഞ്ഞത്. നിന്നെ ഇവിടെ ആരും കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല. വാ വാ. കൽപ്പനെ, പത്മിനി അടുത്തേക്ക് എന്തോ ഒരു മാറ്റം പോലെ. അമ്മയെ എതിർത്ത് സംസാരിക്കാൻ പോലും ഒരു മടിയില്ലാത്ത പോലെ. പ്രിയങ്ക മിടിക്കല്ലേ ചെറിയമ്മേ. കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ അമ്മയെ അവള് കയ്യിലെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അവൾക്കുള്ള അവസരമല്ല, നമുക്കുള്ള അവസരം. എന്ന് പറഞ്ഞ ഇതുവരെ കണിമംഗലത്ത് എന്തെങ്കിലും ചെയ്യുമ്പോ നമ്മുടെ ഏറ്റവും വലിയ തടസ്സം എന്തായിരുന്നു? മുത്തശ്ശിയുടെയും അമ്മയുടെയും ഐക്യം. അവരൊന്നിച്ചു നിന്നല്ലേ നമ്മൾ നേരിട്ടിട്ടുള്ളത്. ഇപ്പൊ അവർക്കിടയിൽ ഭിന്നിപ്പായി. അത് മതി. അതിന് പ്രിയങ്ക ഒരു കാരണം മാത്രം. ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. അതിലെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നല്ലതിന്.
ഹലോ. ഹലോ. ഉപരാഷ്ട്രപതി വരുന്നതിന്റെ മോക്ക് ട്രയലോ മറ്റോ? ഓ, എയർപോർട്ടിൽ നല്ല തിരക്കായിരുന്നു. ടൈം തെറ്റില്ലല്ലോ? നോ സാർ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയേക്കല്ലേ? വരൂ സാർ. ഹായ് സാർ. വിശാൽ, തന്റെ ആ തെലുങ്ക് മൂവി ഞാൻ കണ്ടിരുന്നു. കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. അത് 100 കോടി ക്ലബിലെത്തി. വിത്തിൻ 1 വീക്ക് നമുക്ക് നമ്മുടെ പടം എത്തിക്കണം. സാർ, ഇത് രാധിക. നമുക്കെന്നാ പൂജ തുടങ്ങിയാലോ? എങ്കിൽ പിന്നെ തിരികൊളുത്താം. ആരാ ആദ്യം തെളിയിക്കുന്നേ? വിശാൽ. ഹേയ്, നോ. ആദ്യത്തെ തിരി ഐശ്വര്യമുള്ള കൈകൊണ്ട് തന്നെ ആവട്ടെ. ഇവിടുത്തെ ഏറ്റവും സുന്ദരിയും ഐശ്വര്യമുള്ളതും രാധികയ്ക്കല്ലേ? രാധിക കത്തിച്ചോളും. സാർ, ഇനി സാറ് വേണം ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യാൻ. ആയിക്കോട്ടെ. വളരെ ലളിതമായൊരു പൂജയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. സന്തോഷത്തോടെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി, ആളുകൾ ചർച്ച ചെയ്യപ്പെടുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. താങ്ക് യു ഓൾ. പ്രിയങ്ക, എന്താ ഇവിടെ ഒന്ന് തനിച്ചിരിക്കുന്നേ? ഒറ്റപ്പെട്ടു പോയാൽ പിന്നെ അങ്ങനല്ലേ പറ്റൂ. നീ കുറച്ചുകൂടി സാമർഥ്യമുള്ളവളാണെന്നാ ഞാൻ കരുതിയത്. പറഞ്ഞിട്ടെന്താ, ചേച്ചിയെ നിയന്ത്രിക്കാനും പറ്റിയില്ല, ഭർത്താവിനെ പറഞ്ഞു നിർത്താനും പറ്റിയില്ല. അല്ല, നിന്റെ സ്ഥാനത്ത് ആരായാലും സങ്കടം ഉണ്ടാവും. ഏട്ടത്തിക്ക് ഇപ്പൊ എന്താ വേണ്ട? എന്നെ പരിഹസിക്കണോ? ഇപ്പൊ എന്തായാലും എന്റെ മനസ്സിൽ ആ ഉദ്ദേശമല്ല. എനിക്ക് നിന്നോട് സഹതാപമാ തോന്നുന്നത്. ഓ, നീ എത്രയോ ആഗ്രഹിച്ച സ്ഥാനം, നിന്റെ സ്ഥാനത്ത് ഇപ്പൊ ആ പൂജയിൽ പങ്കെടുക്കുന്നതും മീഡിയയുടെ മുന്നിൽ സംസാരിക്കുന്നതും ഒക്കെ അവളാ, ആ രാധിക. പ്രിയങ്ക, നീ എന്നോട് ദേഷ്യപ്പെട്ട് പോവണ്ട. നീ ഇവിടെ തന്നെ ഇരുന്നോ. ഇന്ന് സിനിമയുടെ പൂജ മാത്രമല്ലേ നടന്നുള്ളൂ, ഷൂട്ടിംഗ് അല്ലല്ലോ. എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട്? പറ. ഇന്ന് പൂജ മാത്രമേ ഉള്ളൂ.
എന്തായാലും അത് കഴിയട്ടെ. ഈ സിനിമ അവൾ അഭിനയിച്ച് തീർക്കില്ല. അത് ഞാൻ നിനക്ക് വാക്ക് തരാം. എങ്ങനെ? അത് ചെന്നിരുന്ന് ആലോചിക്കണം. മുടക്കണമെന്നൊരു തീരുമാനം എടുത്താ അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു വഴിയിലും അത് മുടക്കാൻ പറ്റിയില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് ആസിഡ് വാങ്ങിച്ച് അവളുടെ മുഖത്തൊഴിക്കണം. പൊള്ളി വികൃതമായ മുഖം വെച്ച് പിന്നെ അവള് പോവില്ലല്ലോ സിനിമയിൽ അഭിനയിക്കാൻ. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടോ നിനക്ക്? വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും. ദേ, ഈ പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ വേറെ എന്ത് കാര്യത്തിന് നമ്മൾ പരസ്പരം മത്സരിച്ചാലും ഈ കാര്യത്തിൽ നമ്മൾ ഒറ്റ മനസ്സായിരിക്കണം. അവളെ നമ്മൾ പൂട്ടും. ഏട്ടത്തെ ഞാൻ വിശ്വസിക്കാം. എന്റെ കൂടെ തന്നെ നിൽക്കുമല്ലോ. അറിയാലോ നിനക്ക്, അവളെ അനുജത്തിന്ന് വിളിച്ച സൂര്യ എന്റെ കരുണം പുകച്ചത്. ജാതിയെ കൊന്നു കളഞ്ഞാൽ പോലും എനിക്ക് ആ ദേഷ്യം തീരില്ല. ഞാനുണ്ട് നിന്റെ കൂടെ. ഇപ്പൊ എനിക്ക് ധൈര്യമായി. എന്റെ ചേച്ചി അഭിനയിച്ച സിനിമ പൂർത്തിയാവുന്നത് എനിക്കൊന്ന് കാണണം. അയാളെന്താ തന്നോട് ഇത്ര നേരം സംസാരിച്ചു വന്നത്? ചോദിച്ചു കേട്ടില്ലേ? എന്താ? ഓ, പൂജയുടെ ഹാങ് ഓവർ വിട്ടില്ലേ ഇതുവരെ? ആ വിശാലുണ്ടല്ലോ, എന്തായിരുന്നു അവൻ തന്നോട് സംസാരിച്ചോണ്ടിരുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. അയാളുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അതിനോട് എന്തിനത്തുണ്ടല്ലോ. ഈ സിനിമയുടെ ലോകം അത്ര നല്ലതൊന്നുമല്ല. ഒരുപാട് ചതിക്കുഴികളൊക്കെ ഉണ്ട്. വളരെ നോർമലായ ഒരാള് ചിലപ്പോൾ പെട്ടുപോകും. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ആ, ഈ ഒരു വാചകം പറയാൻ അറിയാത്തവര് ആരുമില്ല. പക്ഷെ ഒടുവില് അവർ തന്നെയാണ് കൈകാലിട്ട് അടിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, താൻ സുന്ദരിയെ. അത് തനിക്ക് ബോധം ഉണ്ടായാൽ മതി. ചുറ്റും നിൽക്കുന്ന ആളുകളെ അത് പറയണമെന്നൊന്നുമില്ല. അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചൊന്നും അല്ലല്ലോ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ തർക്കുത്തരം പറയുന്നത് എന്തിനാ? ഞാൻ എന്താ തർക്കിച്ചേ? ഇത് പിന്നെ തർക്കമല്ലാതെ മറ്റെന്താ? എടോ, തന്റെ ഭാഷയുടെ മാറ്റമൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എങ്ങനെ? ബോധപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്യാനുള്ളൊരു ശ്രമം. അത് ഈസിയാ. കാരണം നല്ലൊരു പാട്ടുകാരി, കഴിവ് തെളിയിച്ച നർത്തകി, പിന്നിൽ എന്തിനും തയ്യാറായി പിതാ മേഡത്തിന്റെയും ശ്യാമ മേഡത്തിന്റെയും സപ്പോർട്ട്. ഇപ്പൊ ഇന്ദ്രജിത്തിന്റെ പടത്തിലെ നായികാ പദവി. ഇതൊക്കെ ഒറ്റയടിക്ക് സംഭവിച്ചല്ലേ? അപ്പൊ ചിലപ്പോൾ മനസ്സ് മാറിപ്പോവും. പക്ഷെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം. താൻ സന്തോഷിക്കുമ്പോ വേദനിക്കുന്നവരും ഉണ്ടെന്നുള്ള കാര്യം. പ്രിയങ്കയുടെ കാര്യമാണോ? അല്ല. പിന്നെ ആരുടെയോ? അച്ഛന്റെ അമ്മയുടെയോ? അല്ല. പിന്നെ ആർക്കാ എത്ര വിഷമം? എനിക്ക്. എന്താ എനിക്ക് വിഷമിച്ചുകൂടെ? ഒന്നേ എനിക്ക് പറയാനുള്ളൂ, താൻ തിരുത്താൻ ശ്രമിച്ചാലും എന്റെ മനസ്സിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.